സർ, കൃഷിയെയും കർഷകരെയും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സിനിമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ കമേഴ്ഷ്യൽ സിനിമയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. മറവത്തൂർ കനവിൽ കൃഷിയും കൃഷിക്കാരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചന്ദ്രനദിക്കൽ വലിയൊരു കാർഷിക ഭൂമികയിലായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. ഒരു അമ്പാടി പോലെ ഒരു സ്ഥലമായിരുന്നു. പശുക്കളും കറവയും പാല് വിൽപ്പനയും ഒക്കെ ആയിട്ട് കഴിയുന്ന ആൾക്കാരും പൂക്കൾ കൃഷി ചെയ്യുന്ന ഗ്രാമവും ഒക്കെ ആയിരുന്നു. എൽസമ്മയിൽ കൃഷിയും കാർഷിക പശ്ചാത്തലവും പാലും ഒക്കെ ആയിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അത്രേ അതിൽ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ സിനിമകൾ ഉണ്ടാവണം. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് എൻ്റെ വൈഫിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ വരും ഇലകൾ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല എന്ത് ഇലയാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ അടുത്താണ് ചോദിക്കുക, ഇതെന്തിൻ്റെ ഇലയാണ്, ഇതെന്ത് ഇലയാണ്. അങ്ങനെ പല ഇലകൾ അവർക്ക് പ്രാവശ്യം എന്താ അവാർഡ് കിട്ടുകയും ചെയ്തു. ഇലകളൊക്കെ ഒട്ടിച്ച് വെച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് അതിപ്പോൾ പാഠ്യപദ്ധതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സിൻ്റെയോ 20 മിനിറ്റ്സിൻ്റെയോ കൊച്ചു സിനിമകളുണ്ടാവും. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല. പ്രായമുള്ള ആൾക്കാർക്ക് ഇനി പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇപ്പം എന്നെ പഠിപ്പിച്ചിട്ട് എന്തായാലും ഞാനൊരു 5-6 കൊല്ലം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം ഇനി ജീവിക്കായിരിക്കും. എന്നെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. പഠിപ്പിക്കേണ്ടത് സ്കൂളിൽ, LP സ്കൂളിലാണ് ഇത് വേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ ഒരു രസകരമായ കഥയോട് കൂടിയിട്ട് കുട്ടികളെ കഥാപാത്രങ്ങളൊക്കെ ആക്കിയിട്ട് ഓരോ ഇലകളെയും പരിചയപ്പെടുത്തുന്ന, ഓരോ ചെടികളെയും പരിചയപ്പെടുത്തുന്ന കൊച്ചു ഡോക്യുമെൻ്ററി ആവാൻ പാടില്ല. ഒരു കഥയിലൂടെ ഒരു ആശയം പറയണം, രസകരമാവണം. പക്ഷെ അത് കാണുമ്പോൾ അത് അവരുടെ മനസ്സിൽ കിടക്കും. ഇത് ഞാൻ പറഞ്ഞ ശീമക്കൊന്നയുടെ കഥ ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. കാരണം അത് സ്കൂളിൽ പഠിച്ച, സ്കൂളിലൊരു പാഠം ഉണ്ടായിരുന്നു. അത് കൃഷി ചെയ്യുമ്പോൾ രാമൻ്റെ വയലിൽ എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം കൂടുതൽ വിളവുണ്ടായത്, രാമൻ്റെ നെല്ലിന് എന്താണ്, അരിക്ക് എന്താണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അയാൾ പച്ചിലവളമാണ് ഉപയോഗിക്കുന്നത്, ചാണകവും പച്ചിലവളമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആ പാഠം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് സിനിമ സഹായിക്കും. അങ്ങനെയാണ് സിനിമ വേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊരു ഫീച്ചർ ഫിലിമിൽ കർഷകനെ കുറിച്ചുള്ളൊരു ഫീച്ചർ ഫിലിം ഉണ്ടാക്കിയിട്ട് കുറേ കർഷകശ്രീ കിട്ടിയ ആൾക്കാരെ വാചകടി ചെയ്തിട്ടൊന്നും കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് കൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റവും ലോകത്തിനുണ്ടാവാൻ പോകുന്നില്ല. ഉണ്ടാവേണ്ടത് കുട്ടികളിൽ കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. കടക്കിൽ തന്നെ വയ്ക്കണം. അത് വളർന്ന പ്രായത്തിൽ അവരുടെ മനസ്സിലേക്ക് ക്യാപ്സ്യൂളുകളായിട്ട് ചെറിയ സിനിമകൾ ചെയ്തിട്ട് അത് ചെയ്യണം. അങ്ങനത്തെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള കുട്ടികളെയൊക്കെ വെച്ച് ചെയ്യാവുന്ന വിഷയങ്ങൾ വന്നാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏതെങ്കിലും നമ്മളുടെ കാർഷിക ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്.